ബെന്നി ബെഹനാന്റെ വിജയസാധ്യതയാണ് കണ്ടത്. 1,32,274 എന്ന ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ വ്യത്യാസം സംഭവിച്ചേക്കാമെങ്കിലും ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ബെന്നി ബെഹനാൻ വിജയിച്ചു കയറുമെന്നുള്ളതാണ് റിപ്പോർട്ടർ ടിവിയിലെ എഡിറ്റോറിയൽ ടീം ഇന്നലെ പ്രവചിച്ചത്. എനിക്ക് തോന്നുന്നു അതേ കണക്കുകൂട്ടലായിരിക്കും, പക്ഷേ ഭൂരിപക്ഷം അല്പം കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. എന്താണ് നാളെ കൗണ്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള അങ്ങയുടെ അവസാനത്തെ എല്ലാ ബൂത്തുകളിൽ നിന്നും കിട്ടിയ കണക്കിൻ്റെ ഒടുവിലുള്ള ആത്മവിശ്വാസം? ശ്രീ ബെന്നി ബെഹനാൻ, ഞങ്ങൾക്ക് അങ്ങേ കേൾക്കാൻ സാധിക്കുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ശ്രീ ബെന്നി ബെഹനാനിലേക്ക് തിരിച്ചു വരാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. കേൾക്കാം. വെരി ഗുഡ്. ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയപ്പോൾ ശ്രീ ബെന്നി ബെഹനാന് വിജയം ഉറപ്പാണ് എന്നാണ് റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ ടീം ഇന്നലെ വിലയിരുത്തിയത്. 1,32,000 എന്ന ഭൂരിപക്ഷം പക്ഷേ അല്പം കുറയാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്താണ് അവസാന ഘട്ടത്തിൽ അങ്ങയുടെ ആത്മവിശ്വാസം? നിങ്ങളുടെ വിലയിരുത്തൽ പൂർണ്ണമായും ശരിയാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുന്ന കഴിഞ്ഞ വർഷത്തിനേക്കാൾ അല്പം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ആ സ്വാഭാവികമായ ഒരു ഇത് ഭൂരിപക്ഷത്തെയും പ്രതിഫലിക്കുമെന്നതൊഴിച്ചാൽ വിജയം വളരെ സുനിശ്ചിതമാണ്. നല്ല കംഫർട്ടബിൾ മെജോറിറ്റി ആയിരിക്കും. അത് തന്നെയാണ് നിങ്ങളുടെ ആ വിലയിരുത്തൽ തന്നെ ഞാനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഈ സി രവീന്ദ്രനാഥ് വളരെ ശക്തമായൊരു മത്സരം അവിടെ കാഴ്ചവെച്ചു എന്നുകൂടി നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങേക്കും അത് തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പക്ഷേ മത്സരം ശക്തമാവുന്നതാണല്ലോ നല്ലത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മത്സരം ഉണ്ടാവുന്നതാണ് നല്ലത്. മത്സരം ശക്തമായിരിക്കണം. എനിക്കതിനകത്ത് ഒരു പ്രത്യേകതയൊക്കെ കാണിക്കാനുള്ളത് വളരെ സൗഹാർദ്ദപരവും വളരെ മാന്യവുമായ മത്സരമാണ് ഈ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ പ്രധാന കക്ഷികൾ തമ്മിലുണ്ടായത്. ഞാനും ശ്രീ രവീന്ദ്രനാഥും തമ്മിലുണ്ടായ മത്സരം, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി ശ്രീ ഉണ്ണികൃഷ്ണനുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മര്യാദകളും മാന്യതയും വെച്ച് പുലർത്തി എന്നതാണ് എൻ്റെ അഭിപ്രായം. മറ്റു ചില ആളുകൾ മത്സരരംഗത്തേക്ക് കടന്നു വന്ന ചില ആളുകൾ ആ മാന്യതയോ സംസ്കാരമോ ഒന്നും വെച്ച് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ജനാധിപത്യ പക്വതയും ജനാധിപത്യ കാഴ്ചപ്പാടും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്കങ്ങനെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ വടകരയൊക്കെ വലിയ രാഷ്ട്രീയ വിഷയമാകുമ്പോൾ അങ്ങയുടെ ഈ വാക്കുകൾ കേൾക്കുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. ചാലക്കുടി ആ അർത്ഥത്തിൽ മാതൃകാപരമായൊരു മത്സരമാണ് എന്നത് കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കൊപ്പം നമ്മുടെ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഉദയ പരുത്തിക്കാടും മാതൃകാപരമായ മത്സരമാണെന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? യെസ് സർ. നിങ്ങളുടെ അഭിപ്രായം മാതൃകാപരമാണെന്നുള്ളതാണ്, വേറെ വ്യത്യസ്ത. ശ്രീ ബെന്നി ബെഹനാൻ, ഈ 2020 ഒരു പ്രശ്നമാകുമോ? അവരുടെ ഇടപെടൽ എത്രത്തോളം UDF-നെ ബാധിക്കും ചാലക്കുടി? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, അത് വലിയ ബാധകമല്ല. ഇത് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊള്ളാനുള്ള ഗൗരവവും പക്വതയും രാഷ്ട്രീയ പ്രബുദ്ധതയും പ്രത്യേകിച്ച് ഈ നിയോജകമണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കുള്ളതുകൊണ്ട് അത്തരം പ്രാദേശിക തലത്തിലുള്ള വികാരങ്ങളോ പ്രാദേശിക തലത്തിലുള്ള ചില സംഭവങ്ങളോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന അഭിപ്രായമാണ് തുടക്കം മുതലേ എനിക്കുണ്ടായിരുന്നത്. അതിന് നമുക്ക് നാളെ കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ ശരിയാണ് എന്ന് തെളിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ശ്രീ ബെന്നി ബെഹനാൻ, ഈ പഴയ മുകുന്ദപുരം ഇപ്പോഴത്തെ ചാലക്കുടി എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു ബാസ്റ്റിയനാണ്. കോൺഗ്രസിന് എപ്പോഴും കംഫർട്ടബിളായി വിജയിച്ചു വരാൻ കഴിയുന്നൊരു മണ്ഡലവുമാണ്. ഇടയ്ക്കൊക്കെ ചില അട്ടിമറികൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ഏറ്റവും കംഫർട്ടബിളായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണത്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണോ താങ്കൾ ഈ വിജയം ഉറപ്പാണ് എന്ന് പറയുന്നത്? അതോ കഴിഞ്ഞ 5 വർഷം താങ്കൾ നടത്തിയ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലസ് ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ്, ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു വിജയമാണ്? ഇതെല്ലാമുണ്ട്. ഒരു കംഫർട്ടബിൾ സോണാണ് എന്നുള്ളത് വളരെ വസ്തുതയാണ്. കാര്യം ചാലക്കുടിയുടെ പഴയ മുകുന്ദപുരത്തിൻ്റെ ഇപ്പോഴത്തെ ചാലക്കുടിയുടെ ഒരു രാഷ്ട്രീയമായ സ്വഭാവം, അതിൻ്റെ ഘടന കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും എല്ലാ കാലഘട്ടത്തിലും വളരെ ചുരുങ്ങിയ ചില അവസരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി പ്രതികരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അതൊന്ന്.
രണ്ട്, ഇന്നത്തെ കാലികമായ രാഷ്ട്രീയ സാഹചര്യം. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും വിലയിരുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനവും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചിട്ടാണ്. ആ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് നടന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ജനങ്ങൾ എപ്പോഴും അതിൻ്റെ അകത്ത് പ്രാധാന്യം കൊടുത്തത് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാകണം ഇതെന്നതാണ്. അവിടെ 5 വർഷക്കാലത്ത് മോഡിയുടെ ഭരണം ഈ കാഴ്ചപ്പാടിന് വിരുദ്ധമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള തിരിച്ചറിവ് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള BJP ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന കാതലായ വിഷയങ്ങളെക്കുറിച്ചല്ല അവർ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചിട്ടോ ഇവിടുത്തെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊന്നുമല്ല. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും തനി വർഗീയതയാണ്. അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതികരണമുണ്ടല്ലോ, തനി വർഗീയമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ സവിശേഷതകളെയും ഇന്ത്യയുടെ എല്ലാ സൗന്ദര്യത്തെയും തകർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വം മുന്നോട്ട് പോയപ്പോൾ അതിനുള്ള അമർഷം. മറ്റൊരു കാര്യം നമുക്കറിയാം, കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇത്രയും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് ഇന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവർ, വോട്ട് ചെയ്തവർ, ആഗ്രഹിച്ചവർ, അവരിൽ പലരും നിരാശരായിരുന്നു. ഒരുപക്ഷെ വോട്ട് ഫലം എണ്ണിക്കഴിഞ്ഞതിൻ്റെ ഫലപ്രഖ്യാപനം പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി സമഗ്രമായി ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്തരത്തിലുണ്ടായ ഒരു വോട്ട് ചോർച്ചയെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് കാണാൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നോക്കൂ ശ്രീ ബെന്നി ബെഹനാൻ, പിന്നെ ഒരു കാര്യം കൂടി 5 വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഞാനൊരു പോസിറ്റീവായിട്ട് പറയുന്നതല്ല. ഒരു MP എന്ന നിലയിൽ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ സാന്നിധ്യം കൊണ്ടും അതുപോലെ ഇന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊരു ആത്മസംതൃപ്തി, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി ഉണ്ടായിരുന്നു എന്നത് ഞാൻ വളരെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. ഈ ലോക്സഭ